കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈ सुबह की वेला में परमेश्वर की उपस्थिति में हम सभी लोग आने के लिए खुदावंद हमें सभी प्रिय लोगों को मदद किया, सहायता किया. ആശയ കർത്താവിൻ്റെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर को धन्यवाद करते हैं सुंदर अवसर के लिए परमेश्वर ने अवसर दिया. നമുക്ക് ഒരുമിച്ച് വീണ്ടും നമ്മുടെ അരുമനാഥനായ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നൽകിയ നല്ല സാവാസനായി സ്തോത്രം ചെയ്യുന്നു. एक और बार वो सृष्टिकर्ता परमेश्वर की आराधना करने के लिए परमेश्वर ने हमें सहायता किया. परमेश्वर को धन्यवाद करते हैं. എനിക്ക് ഈ അവസരം ഒരുക്കിയ അഭിഷിക്തനായ ദൈവദാസൻ പാസ്റ്റർ രാജുവിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. मुझे ये अवसर दिए हुए आदरणीय राजू पास्टर को मैं धन्यवाद करता हूँ. ചില മാസങ്ങളായി നിങ്ങളോട് ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടുവാൻ എനിക്ക് സാധിച്ചില്ല. कुछ हफ्तों से आप सबके साथ मिलकर आराधना करने के लिए मेरा नहीं हो पाया. ചില സാങ്കേതിക തടസ്സങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിട്ടു. അതിനാൽ സാധിച്ചില്ല. എങ്കിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ദൈവ ആ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. कुछ परिस्थितियां जीवन में आई थी, लेकिन परमेश्वर ने बीते दिनों में उन परिस्थितियों को हटाकर हमारे जीवन में कार्य किया. അത്ഭുതവാനായ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ സന്നിധി നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. സ്തോത്രം. वो अद्भुत परमेश्वर ने अद्भुत कार्य किया, इसलिए मैं परमेश्वर का धन्यवाद करता हूँ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. हमारा परमेश्वर आज भी जिंदा है. നമ്മുടെ ദൈവം ഇന്നും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. और परमेश्वर आज भी हमारी प्रार्थनाओं को सुनता है. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പിതാവ് വളരെയേറെ രോഗത്താൽ ഭാരപ്പെട്ടു. ഇതുവരെ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾ 2 വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയത്. मेरे बीते दिनों में मेरे पिताजी की तबीयत काफी ज्यादा अस्वस्थ थी. कभी भी ऐसा उनका तबीयत अस्वस्थ नहीं रहा. बीते दिनों में काफी 2 साल बाद हम वापस उनसे मिलने गए थे. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ മാതാപിതാക്കളെ കണ്ട് സന്തോഷിച്ച് മടങ്ങി വരാം എന്നുള്ള വലിയ ചിന്തയോടും പ്രതീക്ഷയോടുമാണ് ഞങ്ങൾ കടന്നുപോയത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കാനിടയായി തീർന്നു. हम लोग यहाँ से पूरी आशा के साथ गए थे, बड़े आनंद के साथ गए थे कि माता पिता से मिलेंगे, उनकी सेवा करेंगे, लेकिन वापसी आते समय काफी निराशाजनक थी वो यात्रा. ഓക്കെ, മരണത്തോട് മല്ലടിച്ച ഒരു സന്ദർഭം ജീവിതത്തിൽ കടന്നു വന്നു. काफी ज्यादा उनकी तबीयत खराब थी. वो परमेश्वर ने उनको सहायता किया. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നപ്പം ഞാൻ പാസ്റ്റർ രാജുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പാസ്റ്റർ രാജു ഒരുപക്ഷെ ഈ ജുണ്ടിൽ പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങളെല്ലാവരും എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. जब ट्रिवांड्रम मेडिकल कॉलेज में थे तब मैंने राजू पास्टर जी को फोन किया था. उनको मैंने बताया था कि प्रार्थना करने की. ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവിനെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങൾ തിരിച്ച് നടന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. हमने अपने पिताजी को उठा के ले गए थे, लेकिन वापसी में वो खुद चलकर वापस अपने घर आए. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. हमारी प्रार्थना में सामर्थ्य है. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും വിശ്വാസത്തോടെ കൂടിയല്ലായിരിക്കും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. हम लोग प्रार्थनाएं करते हैं, शायद हमारी प्रार्थना में उतना विश्वास नहीं है, लेकिन हमारी प्रार्थना में सामर्थ्य है. प्रियो, എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. मेरे पिताजी के लिए प्रार्थना किए हुए सभी लोगों को मैं धन्यवाद करता हूँ. आप सबको प्रभु आशीष करे. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. अभी यह समय है, हम परमेश्वर के वचन की तरफ चलेंगे. എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എവിടെ അവസരം കിട്ടിയാലും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ സംസാരിക്കുന്ന ചില വേദഭാഗങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. इन दिनों में मनन कर रहे एक वचन को, जहाँ मैं जा रहा हूँ, मैं हर जगह यही वचन मनन कर रहा हूँ. आपके साथ भी आज के दिन ये वचन मनन करना चाहूंगा. നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. प्रार्थना के साथ उस परमेश्वर के सामने बैठे हैं. നമ്മൾ തീർച്ചയായും ദൈവം ഈ പകലിൽ നമ്മെ നിറയ്ക്കും. वो परमेश्वर जरूर हमें आज की सुबह भरेगा. നമുക്ക് ആവശ്യമായതെല്ലാം തരും. वो परमेश्वर हमें जो आवश्यकता है वो परमेश्वर हमें पूरा करेगा. आवश्यकता അത് ദൈവത്തിന്റെ പ്രോമിസ് ആണ്. वो परमेश्वर का एक वायदा है. ഈ പകലിൽ ജീവിക്കാനുള്ളതെല്ലാം വചനത്തിലൂടെ ദൈവം നമുക്ക് തരും. जो आज हमें चाहिए, आज जो हमें आवश्यकता है, वो सब परमेश्वर इस वचन के द्वारा हमें देगा. മെസ്സേജിലൂടെ ആകാം. हो सकता है ये एक वचन के तौर पे हो. ഒരുപക്ഷെ വചനം വായിക്കുമ്പോഴായിരിക്കാം.
हो सकता है वचन पढ़ने समय ഒരുപക്ഷെ സ്വപ്നത്തിലൂടെ ആയിരിക്കാം. हो सकता है स्वप्न के समय हो। നമുക്ക് ആവശ്യമായ മന്ന ദൈവം തരും. जो मन्ना हमें चाहिए वो परमेश्वर हमें देगा। പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. प्रार्थना के साथ वो परमेश्वर के सामने बैठे हैं। അതിനു മുമ്പ് ചെറിയൊരു ഉദാഹരണം. इसके पहले मैं एक बात कहना चाहूँगा। നമ്മുടെ നമ്മുടെ നാട്ടിൽ റബ്ബർ എസ്റ്റേറ്റുകൾ ഒത്തിരി ഉണ്ടല്ലോ. റബ്ബർ എസ്റ്റേറ്റുകൾ हमारे गाँव में, अपने केरल गाँव में रबर की जो खेती होती है, ഇതിൽ പാല് എടുക്കാൻ വേണ്ടി ഒരു ചിരട്ട വെക്കാറുണ്ട്. ചിരട്ട. हम लोग उसको जब रबर को काटने के बाद जब दूध उसका निकलता है तो उसको इकट्ठा करने के लिए एक नारियल का छिलका वहाँ रखते हैं। അതിനുശേഷം പാലെടുത്തിട്ട് ചിരട്ട അങ്ങനെ വെച്ചിട്ട് പോകും. जब हम लोग जब वो छिलका भर जाता है दूध से तो उसे खाली करके उस छिलके को वहीं रख के जाते हैं। ചില സ്ട്രൈറ്റ് ആയിട്ടിരിക്കും, सॉरी, ചിലത് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും, हाँ, कुछ कुछ एकदम सीधे जो छिलके हैं कभी कभी सीधे खड़े रहेंगे, ചിലത് ചരിഞ്ഞിരിക്കും, कुछ ऐसे तिरछे होंगे, ചിലത് ഉൾട്ടായിരിക്കും. कुछ कुछ ऐसे उल्टे हो जाते हैं। ഒരുപക്ഷെ മഴ പെയ്തെന്നിരിക്കട്ടെ. मान लीजिए बारिश हो गया। ഈ ടാപ്പ് ചെയ്യുന്ന ആളിനോട് ഇപ്പം ഞാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, ഈ ചിരട്ടയിൽ ഇത്ര വെള്ളമേ നിറഞ്ഞുള്ളൂ. ഒരുപക്ഷെ ഈ മരത്തിൻ്റെ മൂട്ടിൽ പെയ്ത മഴയുടെ അളവ് കുറവായിരിക്കാം. मैं जो छीलने वाला व्यक्ति होता है, जो नारियल को काटने वाला व्यक्ति, अगर हम उससे पूछें कि ये कब भर जाएगा, ये जो छिलका है इसमें पानी कब तक भरेगा, അടുത്ത മരത്തിൻ്റെ മൂട്ടിൽ ചെന്നപ്പം ചിരട്ട മറിഞ്ഞിരിക്കുന്നു, ഉൾട്ടയിരിക്കുന്നു. मैं दूसरे पेड़ की तरफ जाता हूँ तो क्या देखता हूँ, वो जो छिलका है वो उल्टा हो रखा है। വേറൊരു മരത്തിൻ്റെ മൂട്ടിൽ ചിരട്ട ചരിഞ്ഞിരിക്കുന്നു. मैं उसके तीसरे पेड़ में गया तो मैं क्या देखता हूँ, वो छिलका से तिरछा रखा हुआ है। ഈ നമുക്ക് ആ ചിരട്ടയുടെ അവസ്ഥ നോക്കി ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ഇവിടെ മഴ പെയ്തില്ല, അല്ലെങ്കിൽ ഇവിടെ പെയ്ത മഴയുടെ അളവ് കുറവാണ് എന്ന് ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. अगर उस जगह में बारिश हुई है तो हमें ये पता लगाना मुश्किल है कि तेज बारिश हुई है कि काफी धीमी बारिश हुई है, हम उस छिलके को देख के नहीं बता सकते। ഒരുപക്ഷെ അദ്ദേഹം നമ്മോട് പറയും, ഇത് ഇവിടെ പെയ്ത മഴയുടെ അളവ് എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു, പക്ഷെ ഇരിപ്പനുസരിച്ചാണ് നിറഞ്ഞത്. लेकिन हाँ, वो हमें जो छीलने वाला व्यक्ति हमसे कहेगा कि इस सभी पेड़ों के पास बारिश एक समान हुई है, लेकिन जो छिलका जिस तरह रखा था उसी तरह वो पलटेगा। നമ്മളിൽ ഇതുപോലെ തന്നെയാ, ദൈവത്തിന്റെ അനുഗ്രഹമെല്ലാം ഒരുപോലെ തന്നെയാ. हमारे साथ भी यही सेम उदाहरण है। जो परमेश्वर हम पर अनुग्रह करता है हम सब पे एक समान करता है। പാസ്റ്റർ രാജുവിന്റെ മേലും പാസ്റ്റർ റോയിയുടെ മേലും ഒക്കെ ജോർജ് അങ്കിളിന്റെ മേലൊക്കെ പകർന്ന ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഒരുപോലെ തന്നെയാ. राजू पास्टर जी के ऊपर और जो पास्टर जी के ऊपर और जॉर्ज पास्टर के ऊपर जो अनुग्रह बरसा है वो एक समान है। പക്ഷെ നിറയുന്നത് അത് നമ്മുടെ ഇരിപ്പനുസരിച്ചാ. लेकिन जो वो भरता है, वो जो आशीष और अनुग्रह भरता है वो हमारे बैठने के हिसाब से, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഇരിപ്പനുസരിച്ചാ നമുക്ക് നിറയാൻ പറ്റുന്നത്. वो परमेश्वर की उपस्थिति में जिस प्रकार हम बैठे हैं उस प्रकार हम भर सकते हैं। ചിലരുടെ ജീവിതത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. कुछ कुछ लोगों के जीवन में काफी भरा हुआ आशीष है। ചിലർ ഇത്രനാൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുന്നില്ല. लेकिन कुछ लोग हैं जो काफी वर्षों से आराधना कर रहे हैं, स्तुति कर रहे हैं, लेकिन अभी तक वो आशीष से नहीं भरे। നമുക്ക് ദുഃഖം തോന്നാറുണ്ട്, നിരാശ തോന്നാറുണ്ട്. ദൈവമേ, അവനെ നീ ഇത്രയും അനുഗ്രഹിച്ചല്ലോ, എനിക്ക് ഇത്രയും കിട്ടിയല്ലോ. कभी कभी हम वो परमेश्वर से कहते हैं, प्रभु आपने उसे इतना आशीष किया, आपने मुझे इतना दिया। ദൈവസന്നിധി ചേർന്ന് നേരെ ഒന്ന് ഇരിക്കാൻ നോക്ക്, നിശ്ചയരൂപമേ നിറയ്ക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. हम परमेश्वर के सामने बड़े ही ध्यान से बैठे हैं, वो परमेश्वर भरने वाला परमेश्वर हमारे ऊपर जिंदा परमेश्वर है। അളവ് കൂടാതെ നിറയ്ക്കുന്ന ദൈവം, അളവ് കൂടാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. बिना किसी भेदभाव से भरने वाला परमेश्वर हमारे साथ जीवित है। പ്രൈസ് ദി ലോർഡ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, प्रकाशित वाक्य उसका 3रा अध्याय, 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു. हम 3रा अध्याय उसका पहला वचन इस प्रकार हम पढ़ते हैं, സർദീസിലെ സഭയുടെ
ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ഈ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാവുന്നു. सरदीस की कलीसिया के दूत को यह लिख, जिसके पास परमेश्वर की 7 आत्माएं और 7 तारे हैं, वो यह कहता है कि मैं तेरे कामों को जानता हूँ, तू जीवित तो कहलाता है पर है मरा हुआ। ഇത് സഭയ്ക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ये जो वाक्य हम पढ़ रहे थे, ये कलीसिया के लिए परमेश्वर का संदेश है। സഭ നമുക്കറിയാം, ഞാൻ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. സഭ നമുക്കറിയാം, ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് സഭ. मैं जल्दी जल्दी बातों कहूंगा। कलीसिया परमेश्वर के लिए काफी महत्वपूर्ण है। ഈ ഭൂമിയിൽ കർത്താവിന് വിലപ്പെട്ടതായി സഭയേക്കാൾ മറ്റൊന്നുമില്ല. तो इस संसार में कलीसिया से ज्यादा महत्वपूर्ण परमेश्वर के लिए और कुछ भी नहीं है। നമ്മെക്കാൾ വിലപ്പെട്ടതായി ഭൂമിയിൽ വേറെ ഒന്നും കർത്താവിനില്ല. हमसे ज्यादा महत्वपूर्ण इस पृथ्वी पर और कुछ नहीं है। എന്താ കാരണം? അവന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. इसके पीछे कारण क्या है? क्योंकि परमेश्वर ने हमें दाम लेकर, खून देकर हमें मोल लिया है। അതുകൊണ്ട് എപ്പോഴും ഈ ഭൂമി കർത്താവ് സഭയോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. इसलिए परमेश्वर हर समय कलीसिया के साथ बने रहना चाहता है। നാം ഇവിടെ നാം വായിച്ച വേദഭാഗം ഒരു സഭയോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. अभी जो हम वाक्य पढ़ रहे थे, ये जो अभी वचन पढ़ रहे थे, कलीसिया के लिए परमेश्वर का संदेश है। ഇവിടെ 7 സഭയ്ക്ക് ദൈവത്തിന്റെ ദൂത് നൽകുന്നുണ്ട്. यहाँ पे 7 कलीसियाओं के लिए परमेश्वर संदेश दे रहा है। അത് അഞ്ചാമത്തെ കലീസിയാണ്, അഞ്ചാമത്തെ സഭയാണ് സർദീസ് സഭ. इन 7 कलीसियाओं में से 5वीं कलीसिया है सरदीस की कलीसिया। ഈ സഭയ്ക്ക് ദൂത് എഴുതുമ്പം, ഈ 7 സഭയ്ക്ക് ദൈവ ആത്മാവ് ദൂത് എഴുതുമ്പം 3 കാര്യങ്ങൾ പ്രധാനമായി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. जब परमेश्वर 7 कलीसियाओं को ये संदेश भेजता है, तो मुख्य 3 जो बातें हैं वो आपसे कहना चाहूंगा। ഒന്ന്, ഇൻസ്ട്രക്ഷൻ. ഈ സഭയ്ക്കുള്ള ഉപദേശങ്ങളെല്ലാം ദൈവം നൽകുന്നുണ്ട്. जो कार्य करना है, जो चीजों को निर्देश के बारे में परमेश्वर कहता है। 2, വാണിംഗ്. ഈ സഭയ്ക്ക് വാണിംഗ് നൽകുന്നുണ്ട്. ये दूसरा चीज है चेतावनी। ये पहला निर्देश है, दूसरा चेतावनी, മുന്നറിയിപ്പ്. അപ്പം അവസാനം മൂന്നാമത്തെ കാര്യം മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം. और तीसरा है कि मन फिराव के लिए परमेश्वर हमें कहता है, मन फिराने के लिए। സഭയ്ക്കും സന്ദേശം എഴുതുമ്പം ഈ 3 പ്രധാന കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. जब ये 7 कलीसियाओं को संदेश प्रभु देता है, तो ये 3 मुख्य चीजों को हम देख सकते हैं। ഒന്ന്, അവർക്ക് ഉപദേശം കൊടുക്കുന്നു. पहला उनको निर्देश देता है। 2, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. दूसरा है चेतावनी देता है। 3, മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കുന്നു. और तीसरा है मन फिराने का एक अवसर देता है। നമ്മുടെ സഭകൾക്ക് വേണ്ടിയുള്ള ദൂത് ഇത് തന്നെയായിരിക്കണം. हमारी कलीसिया के लिए भी यही संदेश होना चाहिए। ദൈവം ദൂത് കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകമായി ദൈവം പരാമർശിക്കുന്നത് കൊണ്ട്, जब किसी भी कलीसिया को संदेश देते हैं, तो मुख्य 3 चीजें जो परमेश्वर लेता है, इसलिए ഈ 3 കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കണം. इसलिए हमें भी इन 3 चीजों के इर्द गिर्द रहना चाहिए। സഭയെ നന്നായി ഉപദേശിക്കണം. कलीसिया को अच्छे से निर्देश देना है, उपदेश देना है, നല്ല മുന്നറിയിപ്പും കൊടുക്കണം. अच्छी चेतावनी देना है, മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യാനുള്ള അവസരവും നൽകണം. और मन फिराने के लिए अवसर और समय देना है। എന്തുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ സഭയോട് ചെയ്യുന്നത്? ये क्या कारण है कि कलीसिया को प्रभु इन 3 चीजों के बारे में कहता है? ഒന്ന്, കർത്താവ് തന്റെ രക്തത്താൽ സഭയെ വീണ്ടെടുത്തിരിക്കുന്നു. पहला चीज है, परमेश्वर ने, यीशु मसीह ने कलीसिया को खून देकर मोल लिया। ഈ സഭ ഒരിക്കലും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. प्रभु कभी नहीं चाहता ये कलीसिया नाश हो। എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. हर समय कलीसिया ഈ परमेश्वर സഭ के എപ്പോഴും पास, കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. हाँ, परमेश्वर चाहता है हर समय कलीसिया उसके पास, उसके करीब रहे। ഓക്കെ, ഇനി നമുക്ക് ഈ സഭയുടെ അവസ്ഥയിലേക്ക് നമുക്ക് പോകാം. अभी हम इस कलीसिया की जो अभी स्थिति है, इस कलीसिया की स्थिति के बारे में सीखेंगे। ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. मैं तुम्हारे कामों को जानता हूँ। നമ്മുടെ എല്ലാ പ്രവൃത്തിയും ദൈവം അറിയുന്നു. ആകാത്തതോ നിഷ്ഫലമായതോ പ്രതിഫലമുള്ളതോ നല്ല എല്ലാ പ്രവൃത്തിയും ദൈവം അറിയുന്നു. परमेश्वर हमारे सभी कामों को जानता है, भले ही वो सफल हुए हो, सफल होने जा रहे हो, या सफल कभी होंगे, इस सभी कामों को परमेश्वर जानता है। വചനം പറയുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ പ്രതിഫലം കൊടുക്കും. जो वचन में लिखा है, जैसा जो कार्य वो करेगा, वैसा सही परिणाम, वही प्रतिफल परमेश्वर देगा। ഈ പ്രതിഫലം ചുമ്മാ കിട്ടുന്ന ഒന്നല്ല. ये जो प्रतिफल हमें मिलने जा रहा है, ये कोई खाली सा कोई प्रतिफल नहीं है।
നമ്മുടെ പ്രവർത്തിക്ക് തക്കതാണ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. लेकिन हम जो कार्य करते हैं, जो काम हम करते हैं, उसी प्रकार हमें प्रतिफल हमें मिलने जाएगा। അത് നല്ലതായാലും തീയതാകിലും തക്കവണ്ണം ഞാൻ നിങ്ങൾ പ്രാപിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. अगर चाहे वो अच्छा हो, चाहे वो बुरा हो, सही समय पे वो प्रतिफल हमें मिलेगा। ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി അതാ പഠിപ്പിക്കുന്നത്. परमेश्वर का वचन हमें खुले से ऐसे यही चीज कहता है। സഭയോട് പറയുന്നു, നിന്റെ പ്രവൃത്തി എല്ലാം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നു. प्रभु कहता है कलीसिया से, तुम जो जो कार्य करते हो वो सब कार्य मैं जानता हूँ, എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നു. सभी कामों को मैं सुन रहा हूँ, देख रहा हूँ। പക്ഷേ लेकिन ഒരു കുറവ് നിനക്കുണ്ട്. तुम एक कमी तुम्हारे पास है, നിനക്ക് ജീവനില്ല. तुम्हारे में जीवन नहीं है, നിനക്ക് ജീവനില്ല. तुम्हारे में जीवन नहीं है। ഇത് സഭയോടാ പറയുന്നു ഓർത്തോണം. ध्यान दीजिएगा, ये प्रभु ये बात कलीसिया से कहता है। നിനക്ക് പേര് മാത്രമേ ഉള്ളൂ. तुम्हारे पास सिर्फ नाम है, നിന്റെ പേര് ജീവൻ, കൊള്ളാം, ജീവൻ. तुम्हारा नाम जीवन है, सही है, പക്ഷെ നിനക്ക് ജീവനില്ല. लेकिन तुम्हारे में जीवन नहीं है। പേരുകൊണ്ട് മാത്രം ഫേമസ്, नाम से ही प्रसिद्ध है केवल। ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. मैं एक उदाहरण आपसे कहना चाहूंगा। യേശുക്രിസ്തു ഒരിക്കൽ താൻ വിശന്ന സമയത്ത് ഒരു അത്തിവൃക്ഷം കണ്ടു. जब यीशु मसीह को एक बार बहुत भूख लगी तो उन्होंने एक अंजीर का पेड़ देखा। ദൂരെ നിന്ന് നോക്കിയപ്പം അത്തിവൃക്ഷത്തിൽ നിറച്ചും ഇലകളുണ്ട്. जब दूर से प्रभु ने देखा तो अंजीर का पेड़ में एकदम बहुत घना, एकदम काफी सारी पत्तियां थी उस पेड़ में। അപ്പൊ മനസ്സിൽ തോന്നി എന്തെങ്കിലും കാണും. तब यीशु मसीह ने अपने मन में सोचा कि पेड़ में कुछ ना कुछ तो खाने के लिए होगा ही। അപ്പൊ ദൂരെ നിന്ന് നോക്കിയപ്പോ തോന്നി അത് നിറച്ചും ഇലയുള്ളോണ്ട് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. दूर से प्रभु ने देखा काफी घना पेड़ है तो कुछ ना कुछ तो होना ही चाहिए। അപ്പൊ ദൂരെ നിന്ന് തോന്നിയതാണ്. दूर से उनको लगा ये बात। പക്ഷെ അടുത്ത് ചെന്നു जब वो पास आए तो, നോക്കിയപ്പം जब उन्होंने ध्यान से देखा तो ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. पत्तियों के अलावा और कुछ भी नहीं था। അപ്പൊ ദൂരെ നിൽക്കുമ്പം തോന്നും, दूर से दिखने में लगा ऐसा, അപ്പൊ അടുത്ത് വരുമ്പോ യാഥാർത്ഥ്യം എന്താ? ഒന്നുമില്ല. लेकिन जब पास आके जब हकीकत को देखा तो क्या है? कुछ भी नहीं है। ഇതുപോലെയാണ് ഇന്നത്തെ ആത്മീയ ജീവിതവും. यही यही सही उदाहरण है आजकल के आत्मिक ദൂരേക്ക് जीवन के നിൽക്കുമ്പോ लिए। ചെറിയ തോന്നലുകൾ മാത്രം. दूर से देखने में ऐसा लगता है, केवल लगता है। അവൻ നല്ലവനാ, കൊള്ളാം, തരക്കേടില്ല, ഇത്ര നാളായില്ലേ, കൊള്ളാം. പക്ഷെ അടുത്ത് നോക്കുമ്പോഴറിയാം, വിവരം അറിയാം. जब दूर से देखते हैं तो लगता है हाँ ठीक है, बढ़िया है, अच्छा लग रहा है, लेकिन जब पास में आएंगे तो हमें सभी बातें पता चलती हैं। നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, അണ്ടിയോട് അടുക്കുമ്പോൾ പുളി അറിയുമെന്ന് പറഞ്ഞതുപോലെ, മാങ്ങ ആ. അണ്ടിയോട് അടുക്കുമ്പം പുളി അറിയാമെന്ന് പറഞ്ഞതുപോലെ, നാം ചിലരോട് അടുത്തറിയുമ്പോഴാണ് हमारे യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ മനസ്സിലാകുന്നത്. केरल में एक कहावत है, जब आम के पास आते हैं तो आम की जो जो खट्टापन है हमें देख के पता चलता है। कहावत है ऐसा। ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇത് തന്നെ. ഹറബറ, ഹറബറ, സമൃദ്ധിയാണ്, മൊത്തം സമൃദ്ധിയാ, പക്ഷെ എന്തില്ല? ഫലമൊന്നുമില്ല. Praise the Lord. आजकल की कलीसिया भी ऐसी है, दूर से काफी हरियाली है लेकिन पास में आते हैं तो एकदम सूखा है, खाली है। ഒത്തിരി ഇലകൾ ഉള്ളതുകൊണ്ട് നല്ല ചായയൊക്കെ കിട്ടും, നല്ല തണലൊക്കെ കിട്ടും, പക്ഷേ എന്തില്ല? ഫലമില്ല. ദൈവം തിരയുന്നത് ഇലയല്ല, ദൈവം തിരയുന്നത് ഫലം തന്നെയാ. Praise the Lord. कोई वो अंजीर का पेड़ काफी घना था, वो घने पेड़ हमें छाया दे सकता था, लेकिन वो पेड़ से कोई फल नहीं दे सकता है। ഇന്ന് എല്ലാവരുടെ ലൈഫില് സമൃദ്ധിയുണ്ട്, എല്ലാവർക്കും സമൃദ്ധിയുണ്ട്, പക്ഷേ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ നത്തിങ്. आजकल सभी के पास जो है समृद्धि है, परिपूर्णता है, लेकिन कुछ प्रतिफल है कि नहीं पूछे तो प्रतिफल नहीं है। നമുക്ക് പറയാൻ കഴിയുമോ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഇത്രത്തോളം അനുഗ്രഹിച്ചു, പക്ഷെ എന്തെങ്കിലും ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? क्या आज हम सवाल हमसे पूछे, प्रभु हमसे आशीष तो कर रहा है, लेकिन हमारे द्वारा कोई प्रतिफल मिल रहा है कि नहीं, हमें पूछने की जरूरत है। അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് തോന്നലുകൾ. ദൂരെ നിന്ന് നോക്കുമ്പോ തോന്നും, പക്ഷെ അടുത്ത് വരുമ്പോ യാഥാർത്ഥ്യം അതല്ല. ഇവിടെയും ഇത് തന്നെയാണ്. ജീവനുള്ളവനെന്ന് പേര് ഉണ്ട്, പക്ഷെ യാഥാർത്ഥ്യം എന്താ? അവൻ മരിച്ചിരിക്കുക. दूर से, अभी मैं इसी बात को कह रहा था, दूर से देखने में लगता है वो पेड़ घना है, लेकिन पास में आते तो एकदम खाली है। यही सही उदाहरण है कलीसिया के लिए। वो जीवन तो नाम है लेकिन उसमें जीवन नहीं है, वो जीवित नहीं है।
ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇന്ന് ഉണരുക. ഈ ജീവൻ വെച്ചുകൊണ്ട് നീ ഉണരുക. നിന്റെ ചാവാറായ ശേഷിപ്പിനെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പ്. यहाँ पे जो आज जो हमारा मुख्य विषय ये है, मनन करने का विषय है कि अपने सही समय पे जाग जाएं, अपने जीवन के सही ആ समय पे अच्छे समय पे जाग जाएं। ഈ സഭയ്ക്ക് ഇപ്പം കുറച്ചു പേർക്ക് അല്പമേ ജീവനുള്ളൂ. कलीसिया में इस समय जो कलीसिया की बात चल रही है, इस कलीसिया में कुछ लोगों में ही जीवन है। ഈ പ്രഭാതത്തിൽ എന്നെ നന്നായി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആലോചന നമുക്ക് നന്നായി മനസ്സിലാകുകയുള്ളൂ. നന്നായി आज के ശ്രദ്ധിക്കുക. सु- ഇപ്പം आज ഈ സഭയ്ക്ക് അല്പമേ ജീവനുള്ളൂ. आज के संदेश को सही से ध्यान से सुने, तभी आपको समझ में आएगा इस कलीसिया में काफी थोड़ा ही जीवन है। ആ അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്പമേ ജീവൻ നമുക്കുണ്ടെങ്കിൽ എന്താ മനുഷ്യര് പൊതുവെ ചെയ്യാറുള്ളത്? ध्यान से सुनिएगा, अगर किसी मनुष्य में थोड़ा ही जीवन है तो मनुष्य क्या करेगा? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്യാന്ന്? വെന്റിലേറ്ററിൽ. हो सकता है जब थोड़ा ही जीवन बाकी है तो अस्पताल में जाकर वेंटिलेटर में भर्ती करेंगे। അതെന്തിനാ? അല്പം ജീവനുണ്ട്, അത് എന്തെങ്കിലും മെഷീന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വെന്റിലേറ്റർ ഇടും അല്പ ജീവനുള്ളവർക്ക്. इसके पीछे कारण क्या है कि थोड़ा सा जीवन बाकी है, उस जीवन को संभाल के रखने के लिए, उसको थोड़ा सा और बढ़ाने के लिए, थोड़ा सा उसे संभलने के लिए अपन वेंटिलेटर में रखते हैं। എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോഴത്തെ ഈ സർദി സഭയുടെ അവസ്ഥ ഇത് തന്നെയാ. സർദി സഭ ഇപ്പൊ വെന്റിലേറ്ററില്ല. हाँ, यही सही परिस्थिति सर्दी कलीसिया की साथ भी है। सर्दी कलीसिया भी वेंटिलेटर में है। സർദി സഭ ഇപ്പൊ വെന്റിലേറ്ററില്ല. सर्दी की जो कलीसिया जो जिसके बारे में हम पढ़ रहे हैं वो अभी वेंटिलेटर में है। സർദി സഭ മാത്രമല്ല, പല സഭകളും ഇപ്പൊ വെന്റിലേറ്ററില്ല. ये केवल सर्दी कलीसिया की बात नहीं है, कई सारी कलीसियाएं आज भी वेंटिलेटर में है। അല്പമേ ജീവനുള്ളൂ. क्योंकि पीछे कारण यह है कि काफी थोड़ा ही जीवन बाकी है। കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാൻ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു. प्रभु कहता है, मैं तुम्हें जीवन देने और बहुतायत का जीवन देने आया हूँ। പ്രവൃത്തികൾ കൊണ്ട് ഇപ്പം സർദീസ് സഭയ്ക്ക് അല്പമേ ജീവനുള്ളൂ. സമൃദ്ധിയുള്ള ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ അല്പമേ ജീവനേ ഉള്ളൂ. लेकिन कामों को अगर ध्यान से देखें तो उनको अच्छा जीवन होना चाहिए था, लेकिन काफी थोड़ा ही जीवन और काफी कम जीवन है। ദൈവം പറഞ്ഞു, ചാവാറായ ഈ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കണം. प्रभु कहता है कि जो मृत्यु के पास आने से पहले तुम्हें जागना है। ഇതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ദൈവവചനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ये बातों को ध्यान देकर मैं एक और बात आपसे कहना चाहूंगा। എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ എസെക്കിയേലിനോട് പറഞ്ഞു, ദൈവാത്മാവനെ പുറത്തു കൊണ്ടുവന്നു താഴ്വരയുടെ നടുവിൽ നിർത്തി എന്നാണ് വായിക്കുന്നത്. यहाँ पे जब यहेजकेल उसके 36वें अध्याय में हम जब आते हैं तो यहाँ पे एक बहुत बड़े अद्भुत कार्य के बारे में यहाँ लिखा हुआ है। വലിയൊരു ദർശനം കാണുകയാണ്. यहाँ पे ये एक दर्शन की बात यहाँ हो रही है। അവൻ അകത്ത് നിന്ന് അവനെ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിട്ട് താഴ്വരയുടെ നടുവിൽ നിർത്തി. जब वो काफी विषम परिस्थिति में था, वहां से उठाकर ऊपर लेके आया। ദൈവം എസെക്കിയേൽ പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? तो क्या बोलते हैं, यहेजकेल से प्रभु कहता, परमेश्वर कहता है कि क्या ये हड्डियां जीवन आएंगी कि नहीं। അപ്പൊ എസെക്കിയേൽ പ്രവാചകൻ വലിയ ശുശ്രൂഷയിലാണ്, പ്രവചന ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ये यहेजकेल के इस जीवन के समय जब ये बात हो रही है तो यहेजकेल काफी ज्यादा भविष्यवाणी कर रहा था। वो सेवा के बिल्कुल अपने अच्छे समय पे था। ശ്രദ്ധിക്കുക, അതിന്റെ നടുവിലാണ് ദൈവം ഇങ്ങനെ വലിയൊരു ദർശനം കൊടുത്തത്. इसी बीच में प्रभु ने यहेजकेल को बहुत बार दर्शन दिया। ഈ അസ്ഥികളുടെ താഴ്വരയിൽ അവനെ കൊണ്ട് നിർത്തി. ये सूखी हड्डी के जो तराई है इसके पास प्रभु लेके आया यहेजकेल को। അവൻ നോക്കിയപ്പോ മനസ്സിലായി ഇതെല്ലാം അസ്ഥികളാണ്, ജീവനില്ലാത്തതാണ്, കുന്നുകൂടി ഇങ്ങനെ കിടക്കുക. ദൈവം എന്ത് ചെയ്തു? അവൻ അതിന്റെ ചുറ്റും ഒന്ന് ചുറ്റിച്ചു. तो यहाँ पे यहेजकेल देखता है तराई के आसपास काफी ज्यादा हड्डियां हैं, हड्डियों का एक पहाड़ बना है। तो प्रभु क्या करते हैं, यहेजकेल को उस पहाड़ जो तराई है उसके आसपास घुमाते हैं। ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടല്ല, ദൈവം മൊത്തം അവനെ ചുറ്റി ഒന്ന് കാണിച്ചിട്ട് അവനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ പറ. तो एक कोने में यहेजकेल को खड़ा नहीं किया, चारों तरफ घुमाया और फिर प्रभु ने यहेजकेल से पूछा, क्या ये हड्डियां जीवित हो सकती हैं कि नहीं। എസെക്കിയേൽ പറഞ്ഞു, അങ്ങേക്കറിയാം. तो यहेजकेल कहता है, प्रभु आप जानते हैं। എന്റെ ചിന്തയിൽ അതൊന്നും ജീവിക്കാൻ പോകുന്നില്ല. അതിനർത്ഥം ഇതാണ്, എന്റെ ചിന്ത ഇതൊന്നും ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല.
तो यहेजकेल कहता है मेरे हिसाब से इसमें सांस कुछ नहीं है, अभी कुछ नहीं हो सकता। അവൻ്റെ ചിന്ത മനസ്സിലാക്കിയിട്ട് ദൈവം സംസാരിച്ചു, ഈ അസ്ഥികളോട് നീ പ്രസംഗിക്കേ. तो जब प्रभु ने ये बात सुना तो प्रभु ने यहेजकेल से कहा कि तुम अभी इन हड्डियों से बात करो, इनको समाचार सुनाओ। ഈ അസ്ഥികളോട് നീ വചനം പ്രസംഗിക്ക്. अभी तुम्हें यहाँ इन हड्डियों से प्रचार करना है, ഈ അസ്ഥികളോട് നീ പ്രവചിക്ക് इन हड्डियों को देखकर तुम्हें भविष्यवाणी करना है। എന്ന് പറഞ്ഞാൽ ഈ ജനത്തിന്റെ ഉണങ്ങിയ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യെഹസ്യ പ്രവാചകൻ അകത്ത് ചെന്നിരിക്കുക. ദൈവം അവനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ നിന്റെ പ്രസംഗം നിർത്തരുത്, നിന്റെ പ്രവചനം നിർത്തരുത്. ये हड्डियों को देखकर यहेजकेल पीछे हट रहा है, लेकिन प्रभु कहता है तुम्हें पीछे हटने की आवश्यकता नहीं, तुम्हें भविष्यवाणी करना है, प्रचार करना है। നിന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് ഞാനാണ്. അതുകൊണ്ട് അസ്ഥി താഴ്വരയായിരുന്നാലും മരിച്ചിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥയിലാണ് നിന്റെ ശുശ്രൂഷ എങ്കിലും നിന്റെ പ്രസംഗം നീ നിർത്തരുത്, നിന്റെ പ്രവചനം നീ നിർത്തരുത്. मैंने तुम्हें चुना है प्रचार करने के लिए, मैंने तुम्हें चुना है भविष्यवाणी करने के लिए, इसलिए चाहे जीवन थोड़ा ही बचा हो या जीवन चला भी गया हो, प्रचार करना और भविष्यवाणी करना तुम्हारा काम। മനസ്സോടെ അല്ലെങ്കിലും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. मन से शायद ना हो, लेकिन हमें प्रचार करने की जरूरत है। മനസ്സോടെ അല്ലെങ്കിലും പ്രവചിക്കാൻ തുടങ്ങി. मन नहीं था फिर भी वो भविष्यवाणी कर रहा है, ഒരു റെസ്പോൺസ് അവിടുന്ന് കിട്ടത്തില്ല. लेकिन सामने से कोई उत्तर नहीं आ रहा है। പലപ്പോഴും നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് ഇതുപോലെ ഒരു റെസ്പോൺസും കിട്ടാറില്ല. हो सकता है हमारे सेवा में भी यही कार्य हो, हम लोग कुछ कहें, हमें कुछ उत्तर नहीं मिला। നമ്മൾ വിധി എഴുതും, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഉപവസിച്ചിട്ട് കാര്യമില്ല. हम लोग लिखते हैं, हम लोग कहते हैं कि प्रचार करने से कोई आवश्यकता नहीं है, भविष्यवाणी करने से कोई फायदा ഇതേ नहीं है। ചിന്തയായിരുന്നു എസ്കേ പ്രവാചകനും ഉണ്ടായിരുന്നത്. यही जो अभी जो बात हुई, यही बात यहेजकेल के साथ है। यहेजकेल भी कहता है कुछ नहीं हो सकता। പക്ഷേ മനസ്സോടെയോ അല്ലയോ അവൻ ആ ദൈവം പറഞ്ഞതുപോലെ അസ്ഥികളോട് പ്രസംഗിക്കുവാനിടയായി തീർന്നു, വചനം പറയുവാനിടയായി തീർന്നു, ഭവിഷ്യവാണി ചെയ്യുവാനിടയായി തീർന്നു. लेकिन हम यहाँ देखते हैं भले ही वो मन से किया हो चाहे ना किया हो, प्रभु ने कहा यहेजकेल से करने के लिए, तो इसलिए वो करता है। पूरे हड्डियों के साथ, जो हड्डी की तराई है, वहां खड़े होकर प्रचार करता है, भविष्यवाणी करता है। പരിസ്ഥിതി നോക്കിയിട്ട് പ്രസംഗം നിർത്തിയില്ല, പ്രവചനം നിർത്തിയില്ല, ശുശ്രൂഷ നിർത്തിയില്ല. പക്ഷെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. परिस्थिति को देखकर वो प्रचार कहना बंद नहीं किया, भविष्यवाणी करना बंद नहीं किया, बल्कि आत्मा में भरकर उनसे प्रचार किया। കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അസ്ഥിയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. लेकिन हम यहाँ देखते हैं थोड़े समय बाद उन हड्डियों में जो हड्डियों की स्थिति थी वो बदलने लगी थी। Praise the Lord. അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രവൃത്തി അവിടെ നടക്കുവാനിടയായി തീർന്നു. कभी स्वप्न में भी नहीं देखा हुआ अद्भुत कार्य यहेजकेल सामने से देख रहा है। ഡിസോർഡറായി കിടന്ന, ഉണങ്ങിക്കിടന്ന അസ്ഥികളൊക്കെ ഇപ്പൊ വലിയ സൈന്യമായി അവിടെ എഴുന്നേറ്റിരിക്കുക. तितर बितर टूटी फूटी सूखी हड्डियां वहां चारों तरफ पड़ी है, लेकिन अभी वो स्थिति बदलकर एक सेना बन रही है। ദൈവത്തിന്റെ ആത്മാവ് പറയും, നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ ഹഡ്ഡികൾ, ഇന്നത്തെ എല്ലിൻ കഷണങ്ങളൊക്കെ നാളത്തെ സൈന്യമാ. प्रभु हमसे कहता है जो आज की जो सूखी हड्डियां हैं वो कल की हमारी सेना होगी। അതുകൊണ്ട് പ്രസംഗം നിർത്തരുത്, അതുകൊണ്ട് പ്രവചനം നിർത്തരുത്, ദൈവത്തിന്റെ വചനം പറയുന്നത് നിർത്തരുത്. इसलिए जरूरी है कि हमें प्रचार करना बंद नहीं करना है, भविष्यवाणी करना बंद नहीं करना है, हमें प्रचार करते रहना है। മുമ്പിലുള്ളത് ഒരു പക്ഷേ ഉണങ്ങിയതായിരിക്കാം, സൂഖ്യമായിരിക്കാം, ആത്മീയത്തിൽ തകർന്നവരായിരിക്കാം. പക്ഷെ അവരോടുള്ള പ്രസംഗം നിർത്തരുത്, അവരോടുള്ള പ്രവചനം നിർത്തരുത്, ദൈവത്തിന്റെ ദൂത് നിർത്തരുത്. നാളെ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. हो सकता है सुनने वाले लोग सूखे हो, सूखी हड्डी के समान हो, टूटे फूटे तितर बितर हड्डी के समान हो, लेकिन ये जरूरी है प्रियो हम प्रचार करें, भविष्यवाणी करें, करते रहें। कल के वो होने वाले सेना है। ഇന്നല്ല നാം എൻ്റെ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എൻ്റെ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ആത്മീയ വർധനവുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ കണ്ണാൽ നേരിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ഉയർത്തുവാൻ, അവരെ എഴുന്നേൽപ്പി നിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. हो सकता है हम ये सोचे कि हमारे प्रचार से कुछ फायदा नहीं है, हमारे भविष्यवाणी से कुछ फायदा नहीं है, लेकिन प्रियो आने वाले दिनों में परमेश्वर जो सूखी हड्डियां हैं उसको एक सेना बनाकर इस्तेमाल करने वाला परमेश्वर है।
പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. आमेन, आमेन। ഇവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ കലീസയോട് ദൈവം പറയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവരായിരുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അടുത്ത് പറയുന്നു, നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണയുള്ളതായി കണ്ടില്ല. तो यहाँ पे हम सर्दी से कलीसिया से प्रभु कहता है कि तेरे तू तू जीवित तो कहलाता है पर है मरा हुआ। जागृत हो और उन वस्तुओं को जो बाकी रह गई हैं और जो मिटने को है उन्हें दृढ़ कर, क्योंकि मैंने तेरे किसी काम को अपने परमेश्वर के निकट पूरा नहीं आया। ആ ഈ സഭയുടെ മറ്റൊരു പ്രത്യേകതയാ, ശരിക്കും അധ്വാനിക്കുന്നുണ്ട്, ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ പ്രവൃത്തിയൊന്നും എൻ്റെ സന്നിധി പൂർണ്ണയുള്ളതായി ഞാൻ കണ്ടില്ല. कलीसिया से प्रभु कहता, कलीसिया जो है काफी परिश्रम करने वाली कलीसिया है, काफी ज्यादा यहाँ पे जो घटनाएं घटित होती हैं, लेकिन प्रभु कहता है कि तुम्हारा कोई भी प्रतिफल, तुम्हारी कोई भी कार्य मेरे पास, मेरे निकट तक पूरा नहीं हुआ, मेरे पास नहीं आया। നീ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നീ നന്മ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നീ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ പ്രവൃത്തിയൊക്കെ അധൂരയാ, നിന്റെ പ്രവൃത്തിയൊന്നും ദൈവസന്നിധി പൂർണ്ണമുള്ളതായി കാണുന്നു. സെൽഫ് സാറ്റിസ്ഫൈഡ്. ചില കുറച്ച് പേര് എങ്ങനെയാ, എന്തെങ്കിലും ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ്, അപ്പനാപ്സെ സാറ്റിസ്ഫൈഡ് ഹോ ജാത്തെ ഹെ. ഞാൻ എന്തെങ്കിലും ചെയ്തല്ലോ, ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ. ദൈവം പറയുന്നു, നീ പ്രവർത്തിച്ചു, സത്യം തന്നെയാ, പക്ഷെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതിൽ പൂർണ്ണതയുള്ളത് ഞാനൊന്നും കണ്ടില്ല. ये जो कलीसिया से प्रभु कहता है कि ऐसा नहीं, तुमने कुछ कार्य नहीं किया, तुमने काम किया है, थोड़ा किया है, लेकिन जो कार्य किया है काफी अधूरा किया है। प्रियो, आजकल हम लोग आपस में अपने आप को देखकर हम जो कार्य करते हैं हम संतुष्ट हो जाते हैं, लेकिन प्रभु कहता है तुम्हारी संतुष्टि जरूरी नहीं है, मेरी संतुष्टि होना जरूरी है। കാം ബോധ് കർത്തെ ഹെ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവം പറയുന്നു, ഇതൊന്നും അധൂരയല്ല, നീ ചെയ്യുന്നൊന്നും പൂർണ്ണതയില്ല. यहाँ पे प्रभु कहता है कि तुम काम तो करते हो, लेकिन जो काम जो कर रहे हो अधूरा है, आधा छोड़ के तुम चले जाते हो। കുച്ച് ലോഗ് ഐസാ ഹെ, കുറച്ച് പേര് അങ്ങനെയാ, എന്തെങ്കിലും ചെയ്യും എന്നിട്ട് അത് പൂർത്തീകരിക്കത്തില്ല. പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തികയ്ക്കണം. എന്തെങ്കിലും ദൈവസന്നിധി ഞാൻ നിങ്ങൾ ചെയ്യാമെന്ന് ഏറ്റാൽ അത് പൂർത്തീകരിക്കാനുള്ള ഒരു കൃപ ദൈവസന്നിധി ദിവസങ്ങളിൽ പ്രാപിക്കണം. वो हम कुछ लोग ऐसे होते हैं, अपने कार्य जो उनको करना चाहिए वो आधा करके वो चले जाते हैं। पौलुस कहता है कि मैं अपनी दौड़ अच्छी तरह दौड़ा हूँ, मुझे प्रतिफल मिलेगा, ऐसा पौलुस कहता है। तो प्रिय, जरूरी है जो कार्य हम करें, जो दौड़ हम दौड़े, उसको पूरी तरह से दौड़ने के लिए, वो सामर्थ्य के लिए हमें प्रार्थना करने की जरूरत है। ഈ സഭയുടെ യാഥാർത്ഥ്യമായ കുറവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുക, യാഥാർത്ഥ്യമായ കുറവ് വെളിപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ നമുക്കും ആവശ്യം ഇത് തന്നെയാണ്. നമ്മുടെ കുറവ് എന്താണോ അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തണം. പ്രൈസ് ദ ലോർഡ്. ദൈവദാസന്മാരുടെ ശുശ്രൂഷ അതാണ്, ദൈവ മക്കളുടെ കുറവ് അത് അവരോട് വ്യക്തമായി ചൂണ്ടിക്കാണിക്കണം. പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുമ്പം അവരോട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വാലല്ല തലയാക്കും എന്നല്ല പറയുന്നത്. ദൈവം അവരോട് പറയുന്നു, ഇതാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതാണ് നിന്റെ കുറവ്, നീ ഇത് പരിഹരിക്കണം. ये जो कलीसिया, सर्दी की कलीसिया है, पवित्र आत्मा इस कलीसिया से कहता है कि तुम्हारी जो कमियां हैं, खामियां हैं, उसको अच्छे से सही करो। ऐसे अच्छी बातें नहीं कहता कि तुम सिर हो, पैर नहीं, लेकिन यहाँ पे जो सच्ची घटना है, जो सही स्थिति है, वो परमेश्वर पवित्र आत्मा कलीसिया से कहता है। तो प्रियो, ये जरूरी है कि वो पवित्र आत्मा हमारे द्वारा कार्य करे कुछ लोगों की खामियां, कमियां पूरी करने के लिए। അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം പറയുന്നു, നിനക്ക് മാനസാന്തരത്തിനുള്ള അവസരമുണ്ട്, നീ മാനസാന്തരപ്പെടുക, നീ തിരിഞ്ഞു വരിക, നീ പഴയ പോലെ തിരിച്ചു വരിക, നീ മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ ആത്മാവ് സഭയോട് ദൂത് പറയുന്നു, നീ മാനസാന്തരപ്പെടുക. प्रभु कलीसिया से बहुत प्रेम करते हैं, इसलिए प्रभु कलीसिया को एक मन फिराने का, एक पछतावा, एक मन फिराने का एक अवसर देता है, समय देता है कि तुम मन फिराओ, तुम अपने कार्यों को अपने कार्यों को जानकर क्षमा मांगकर मन फिराओ। ഇതെല്ലാം ഈ സഭയുടെ ഒരു കൂട്ടം പേരുടെ അവസ്ഥ, എല്ലാവരും അങ്ങനെയല്ല. यहाँ जो कलीसिया है, यहाँ पे हर कोई ऐसा एक समान नहीं है। ചിലർ പേരുകൊണ്ട് മാത്രം വിശ്വാസി, പേരുകൊണ്ട് മാത്രം യേശുവിന്റെ ശിഷ്യൻ, പേരുകൊണ്ട് മാത്രം, പക്ഷേ ജീവിതത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതല്ല. ദൈവം പറയുന്നു, പേരുകൊണ്ട് മാത്രം പോരാ, ജീവനൊന്നും പേരുള്ളത് കൊണ്ട് മാത്രമായിട്ടില്ല. നീ എല്ലാം ചെയ്യുന്നു, പക്ഷെ നിന്റെ പ്രവൃത്തിയൊന്നും പൂർണ്ണത ഉള്ളതുമല്ല. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. ഇതാണ് ഈ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്.
सर ये कलीसिया से प्रभु कहता है कि तुम्हारे में जितने लोग हैं, कुछ लोग नाम से, केवल नाम से ही विश्वासी हैं, नाम से ही अभिषिक्त हैं, नाम से ही बलवान हैं, लेकिन हकीकत में काफी कमजोर हैं। तो प्रभु उनको एक अवसर देता है कि मन फिराओ, क्षमा मांगकर एक अच्छा जीवन व्यतीत करो। അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാലാമത്തെ വാക്യം വായിക്കുന്ന മൂന്നാമത്തെ നാലാം വാക്യം, എങ്കിലും ये ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ ഇന്ന് നിനക്കുണ്ട്. यहाँ पे प्रभु कहता है चौथे आयत में, प्रकाशित वाक्य 3रा अध्याय उसके चौथे आयत में कहता है, पर हाँ सरदीस में तेरे यहाँ कुछ ऐसे लोग हैं जिन्होंने अपने अपने वस्त्र अशुद्ध नहीं किए। ഈ സഭയില് എല്ലാവരും ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ചു പേർക്ക് മാത്രമേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉടുപ്പ് മലിനമാകാത്ത ചിലർ. എന്തുകൊണ്ടാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മലിനത കയറിയപ്പം അവരുടെ ജീവന് നാശം സംഭവിച്ചു. यहाँ पे हम देख അശുദ്ധി सकते हैं, കയറിയപ്പം നാശം സംഭവിച്ചു. വിശുദ്ധി ഇല്ലായ്മ അവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. यहाँ पे हम देख सकते हैं सरदीस कलीसिया की जो अभी स्थिति है, ये स्थिति इतनी बिगड़ने के पीछे कारण क्या है? अशुद्धता। पवित्रता जो उनके मन में थी, उनके आपस में जो पवित्रता थी वो चली गई है। जो शुद्धता थी, जो शुद्धता उनके कलीसिया में थी, वो अशुद्ध हो चुकी है। इसलिए उनके जो कपड़े हैं, यहाँ पे जो चौथे आयत में लिखा है, उनके वस्त्र अशुद्ध हो गए। അപ്പം ഈ സഭ മരിക്കുവാൻ കാരണം ഒന്നേ ഉള്ളൂ, അശുദ്ധി. അശുദ്ധി സഭയിൽ കടന്നു വന്നപ്പം എല്ലാവരുടെ ജീവൻ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. तो कलीसिया मरने के पीछे कारण क्या है? कलीसिया को एक जो नाश हो रही जो कलीसिया है, इसके पीछे कारण क्या है? अशुद्धता जब उनके मन में आती है, उनके आपस में जब अशुद्धता उनके कलीसिया के अंदर आती है, तो वे नाश हो रहे हैं, वे मर रहे हैं। നാം ഇവിടെ വായിക്കുന്നത് ഉടുപ്പ് മലിനമാകാത്ത, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസ് സഭയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. यहाँ पे लिखा है सरदीस में कुछ ऐसे लोग हैं जिन्होंने अपने अपने वस्त्र अशुद्ध नहीं किए। ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന 5-ാം വാക്യം, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. यहाँ पे चौथे अध्याय के आखिर से लिखा हुआ है, वे श्वेत वस्त्र पहने हुए मेरे साथ घूमेंगे क्योंकि वे इस योग्य हैं। പ്രൈസ് ദി ലോർഡ്. ഉടുപ്പ് ആമേൻ. മലിനമാകാത്ത, ജീവിതത്തിൽ അശുദ്ധിയില്ലാത്ത ദൈവത്തിന്റെ പൈതലേ, കർത്താവിനോട് കൂടെ നടക്കുവാൻ നീയാ യോഗ്യൻ. अशुद्धता को त्याग कर जो शुद्धता के साथ जीवन व्यतीत कर रहे हैं, वो सब परमेश्वर के साथ चलेंगे। जो शुद्ध श्वेत वस्त्र पहने हुए हैं, वे सब परमेश्वर के साथ घूमेंगे क्योंकि वे योग्य हैं। യെസ്, ഇവിടെ വായിക്കുന്നത് വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും എന്ന് പറഞ്ഞാൽ, വിശുദ്ധിയോടെ ജീവിക്കുന്നവന് അവന്റെ കൂടെ ആ കർത്താവ് നടക്കുന്നത്, അവരുടെ അടുകിലേക്ക് ആ കർത്താവ് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. यहाँ पे लिखा है जो श्वेत वस्त्र पहने हुए लोग हैं, वे उसके साथ घूमेंगे, वो परमेश्वर के साथ चलेंगे, वो परमेश्वर के साथ समय व्यतीत करेंगे क्योंकि वे योग्य हैं। ആ വിശുദ്ധ ജീവിതം നയിക്കുന്നവരോട് കർത്താവ് നടക്കും. പിന്നെ നാം വായിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം നൽകും. നാം വായിക്കുന്നത് അവന്റെ പേര് ജീവ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. यहाँ पे लिखा है जो व्यक्ति शुद्धता के साथ जिन्होंने अपना जीवन जिन्होंने अपना पवित्र जीवन अपवित्र नहीं किया, अशुद्ध नहीं किया, उनके बारे में लिखा है जो जय पाए उसे उसी प्रकार श्वेत वस्त्र पहनाया जाएगा और मैं उसका नाम जीवन की पुस्तक में से किसी रीति से भी ना काटूंगा। ഈ വചനപ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിലും കർത്താവിനെ മായ്ച്ചു കളയാനുള്ള അധികാരമുണ്ട്. तो यहाँ पे मैं कहना चाहूंगा कुछ लोगों से, जो जिस परमेश्वर ने जीवन की पुस्तक में हमारा नाम लिखा है, वो वही परमेश्वर जीवन की पुस्तक से ഒരുപക്ഷെ हमारा ഞാൻ नाम നിങ്ങളെ काट भी सकता है। നിങ്ങളെ രക്ഷിക്കപ്പെടുമ്പോഴായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതുന്നത്. പക്ഷേ അതിനെ തിരസ്കരിച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ വചനപ്രകാരം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് കർത്താവ് എന്ത് ചെയ്യും? മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ മറ്റാരുടെയും പേര് എഴുതി വയ്ക്കും. यहाँ पे हो सकता है हमारे जीवन के शुरुआती दिनों में परमेश्वर ने हमारे जीवन की पुस्तक में हमारा नाम लिखा हो, लेकिन आगे के हमारे जीवन में हमने परमेश्वर को तिरस्कार किया, तो परमेश्वर उस नाम को, हमारे नाम को काट कर कोई दूसरे व्यक्ति का नाम वहां लिख देगा। परमेश्वर के पास अधिकार है। ഒരേ ഒരു ചോദ്യം ഈ സമയം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? അത് മായ്ച്ചോ? അത് കർത്താവ് വെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? यहाँ पे आज मैं आपसे एक सवाल पूछना चाहूंगा, क्या हमारा नाम जीवन की पुस्तक में लिखा है या लिखा जाएगा, या लिखा हुआ है तो क्या परमेश्वर काटेगा कि नहीं? വിശുദ്ധിയോടെ ജീവിച്ചാൽ ഉറപ്പാ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട്.
अगर शुद्धता के साथ वो परमेश्वर के साथ जीवन व्यतीत करेंगे तो जीवन की पुस्तक में हमारा नाम लिखा जाएगा और लिखा रहेगा। കർത്താവ് പറയുന്നത് എന്നെ വിട്ടു പോകുന്നവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതുമെന്നാണ് പറയുന്നത്. മണ്ണിൽ എഴുതും. यहाँ पे परमेश्वर कहता है जो मुझे छोड़ के जाएगा उसका नाम मैं मिट्टी में लिखूंगा। പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുന്നത് അവന്റെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. പിന്നെ നാം വായിക്കുന്നത് എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മുന്നിലും അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. यहाँ पे आगे लिखा हुआ है कि जो 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 जिसको जो मैं जिसका नाम जीवन की पुस्तक में लिखा जाएगा उसका नाम अपने पिता और उसके स्वर्गदूतों के सामने मान लूंगा। പേര് ഏറ്റുപറയും, പേര് ഏറ്റുപറയും. ഒരുപക്ഷെ നമ്മുടെ പേര് വിളിക്കാൻ, നമ്മുടെ പേര് വിളിച്ചിട്ട് നമ്മെ ആദരിക്കാൻ ഇവിടെ ഒരുപക്ഷെ ആരും കൊണ്ടായിരിക്കത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നീ വിശുദ്ധിയോടെ ജീവിക്കുന്നവനെങ്കിൽ, നീ വിശുദ്ധനെങ്കിൽ, നീ നിന്റെ വെള്ളയുടുപ്പ് കാത്തു സൂക്ഷിക്കുന്നവനെങ്കിൽ പിതാവിന് മുമ്പിൽ നിന്റെ പേര് ഞാൻ ഏറ്റുപറയും. हो सकता है संसार में हमें कोई आदर मान नहीं देता हो, हमारा कोई सम्मान नहीं करता हो, लेकिन प्रिय परमेश्वर कहता है अगर तुम अशुद्ध जीवन व्यतीत करोगे तो जीवन की पुस्तक में तुम्हारा नाम लिखा जाएगा और पिता के सामने और स्वर्गदूतों के सामने तुम्हारा नाम लिया जाएगा। പ്രൈസ് ദി ലോർഡ്. 6ാമത്തെ വാക്യത്തോടെ പറഞ്ഞ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. छठे आयत में मैं कहकर अपने वचनों को, अपने शब्दों को विराम देना चाहूंगा। जिसके कान हो वे सुन ले कि आत्मा कलीसियाओं से क्या कहता है। മുമ്പെല്ലാം റിക്വസ്റ്റ് ആയിരുന്നു, ദൈവം റിക്വസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ദൈവം പറയുന്നു വേണമെങ്കിൽ കേട്ടാൽ മതി. अभी तक प्रभु क्या कर रहा था, विनती कर रहा था, निवेदन कर रहा था, लेकिन प्रभु अभी कहता है जिसे कान हो वो सुन लो। നമ്മുടെ കയ്യിൽ ബൈബിൾ കണ്ടോ, 66 പുസ്തകമാണ്. 66 പുസ്തകം. यहाँ पे हमारे हाथ में जो बाइबल है उसमें 66 किताबें हैं। നമുക്ക് 65 പുസ്തകവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവസന്നിധി അടുക്കാൻ വേണ്ടി ഈ 65 പുസ്തകവും നമുക്ക് തന്നത്. 66ാമത്തെ പുസ്തകത്തിൽ ദൂതെഴുതുമ്പോൾ കർത്താവ് പറയുന്നത് മറ്റൊന്നും കാണാത്ത ഒരു വാചകമാണ്. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേട്ടാൽ മതി. കർത്താവ് നിർബന്ധിക്കുന്നത് മതിയാക്കി എന്നാണ് അതിനർത്ഥം. यहाँ पे 65 जो 66 किताब है उनमें से 65 किताबें हमारे लिए, हमारे जीवन के लिए, हमारे उद्धार के लिए, हमारे मन फिराने के लिए सही है, लेकिन जो आखिरी किताब है उसको प्रभु कहता है कि जो तुम्हारा कान है वही सुनो, जो जो जरूरी है वही सुनो। നമ്മുടെ രക്ഷയ്ക്കുള്ളതും മാനസാന്തരത്തിനുള്ളതും വിടുതലിനുള്ളതും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ 65 പുസ്തകം വായിച്ചിട്ട് ഇതുവരെയും ജീവിതത്തിൽ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നു, വെളിപ്പാട് പുസ്തകം ഞാൻ എഴുതുന്നു, നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നു, പക്ഷേ ചെവിയുള്ളവൻ കേട്ടാൽ മതി. ഇതുവരെയും ശരിയാകാത്തവൻ ഇത് കേട്ടും. കർത്താവ് പറയുന്ന അതാണ്, അതിൻ്റെ അർത്ഥം അതാണ്. ഇതുവരെ നീ ശരിയായില്ല, ഇനിയും നീ ശരിയാകത്തില്ല, നീ വേണമെങ്കിൽ കേട്ടാൽ മതി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. 65 किताबें परमेश्वर ने हमें शुरुआती 65 किताबें दी और ये कहा कि तुम सुधर जाओ, तुमको ये कार्य करना है, तुम्हें ये चीज करना है, उद्धार करना है, उद्धार तुम्हें पाना है। लेकिन आखिरी किताब में प्रभु कहता है कान है तो सुन लो, ये तुम्हारे लिए कोई जरूरी बात है, तुमको सुनना है, तुम्हें सुनना ही जरूरी है, ऐसा कहता है। കർത്താവ് പറയുന്നു, ഇനി എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പറയേണ്ടതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോഴും പറയുന്നു, നീ വേണമെങ്കിൽ കേട്ടാൽ മതി. प्रभु कहता है जो मेरे को बोलना था मैंने कह दिया, लेकिन अभी तुम्हें करना है तो करो। ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. हम थोड़ी देर परमेश्वर के सामने आंखें बंद സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്, कलीसिया के लिए परमेश्वर का संदेश। നീ ജീവനുള്ളവനെന്ന് പേര് മാത്രം, നീ പേര് മാത്രമേ ഉള്ളൂ. പേരുകൊണ്ട് മാത്രം നീ പ്രശസ്തൻ. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അനുഭവം അതുപോലെയല്ല. तुम केवल नाम से ही जीवित हो, तुम केवल नाम से ही प्रसिद्ध हो, लेकिन तुम्हारे में जीवन नहीं है। तुम्हारा जो नाम है वैसे तुम्हारे काम नहीं है। കർത്താവ് പറയുന്നത്, നീ ശക്തീകരിക്കുക, നീ മാനസാന്തരപ്പെടുക. प्रभु कहता है तुम मन फिराओ, तुम्हें सामर्थ की जरूरत है। इन दिनों में मन फिराते हुए प्रभु के नाम की महिमा करने के लिए प्रभु ने हमें सहायता मदद करने पाए. तो परमेश्वर हमें मन फिराने के लिए, परमेश्वर हमें सामर्थ देने के लिए, परमेश्वर हमारे जीवन में कार्य करने पाए. സമയം നൽകിയ ദൈവാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. समय दिए हुए, अवसर दिए हुए पासवानों का मैं धन्यवाद करता हूँ. प्रभु आपको आशीष करे. आमीन.